ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാനത്തിനായി ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 90:12 വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഇന്ന് ജീവിക്കുക. ഇന്നത്തെ ദിവസം ഏറ്റവും നന്നായി അർത്ഥവത്തായി കാണുക. നാളെ നമുക്കുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കാതെ ഇന്ന് ദൈവം തന്നിരിക്കുന്ന നന്മകളെ, ആയുസ്സിനെ, ആരോഗ്യത്തെ എല്ലാം നല്ലത് എന്ന് കണ്ട് നന്നായി ചിന്തിച്ച് ഏറ്റവും ബെസ്റ്റായി, ഏറ്റവും നന്നായി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. ഇന്നത്തെ സമയം നമുക്ക് നാളെ കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നമ്മിൽ പ്രസക്തമാകണം. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി എന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചിലർ ഇന്ന് ചെയ്യേണ്ടത് നാളെയാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാറുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം നമ്മുടേതല്ല. നാളെ നാം ജീവിച്ചിരിക്കുന്നില്ലെങ്കിലോ? ചിലർ ഇന്നലെയിൽ ജീവിക്കുന്നവരുണ്ട്. എങ്കിൽ ഇഫ് എന്നതാണ് അവരുടെ തത്വശാസ്ത്രം. തൂകിപ്പോയ പാലിനെക്കുറിച്ച് ചിന്തിച്ചിട്ടെന്ത് പ്രയോജനം? പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് വലിയ നിരാശയുണ്ടാകും. നാം തെറ്റുകൾ ചെയ്തു എന്ന് വരാം. അവ തിരുത്തുവാൻ നമുക്ക് കഴിയും. എന്നാൽ ക്ലോക്ക് പുറകോട്ട് തിരിച്ചു വയ്ക്കുക അസാധ്യമാണ്. നമ്മുടെ മനസ്സാക്ഷിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റുകൾ നമ്മുടെ പ്രയോജനത്തെ നഷ്ടപ്പെടുത്തുവാൻ കാരണമായേക്കാം. പൗലോസിൻ്റെ വസ്ത്രത്തിൽ സ്തേഫാനോസിൻ്റെ രക്തക്കറ ഉണ്ടായിരുന്നു. എന്നാൽ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ പൗലോസിന് സാധിച്ചു എന്നുള്ളതാണ്. ചിലർ സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും നിരാശയുടെയും ചങ്ങലകളാൽ ജീവിതത്തെ തളച്ചിടുകയാണ്. അവർ ജീവിതത്തെ പുരോഗമിപ്പിക്കുകയല്ല, തളർത്തിക്കളയുകയാണ്. ഒരു കൊച്ചുകുട്ടിക്ക് പിതാവ് ഒരിക്കലൊരു കിലുക്കാമ്പെട്ടി വാങ്ങിക്കൊടുത്തു. അവൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കുക വയ്യ. എപ്പോഴും ഇവൻ ഈ കിലുക്കാമ്പെട്ടി കിലുക്കി അവൻ ശബ്ദമുണ്ടാക്കുകയാണ്. അമ്മയ്ക്ക് ശബ്ദം അസഹ്യമായി തുടങ്ങി. കുട്ടിയുടെ കയ്യിൽ നിന്ന് കിലുക്കാമ്പെട്ടി വാങ്ങി അമ്മ പെട്ടിയിൽ പൂട്ടിവെച്ചു. കുട്ടി കരച്ചിലായി. അവൻ കരഞ്ഞു കരഞ്ഞ് കിടന്നുറങ്ങി. പിറ്റേ ദിവസം അമ്മ കിലുക്കാമ്പെട്ടി എടുത്ത് മോന് കൊടുക്കുകയാണ്. എന്നാൽ അവനത് തൃപ്തിയല്ല. വീണ്ടും ഈ കുട്ടി കരച്ചിലാരംഭിച്ചു. അവൻ അമ്മയോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഇന്നലെ കിലുക്കണം. അപ്പോൾ ഇന്നലെ അവൻ ഉപയോഗിച്ചപ്പോഴാണ് അമ്മ ശബ്ദം കൊണ്ട് അത് മാറ്റിവെച്ചത്. മോൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഇന്നലെ കിലുക്കണം. നിമിഷങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്നത് വിലപ്പെട്ട കാര്യമാണ്. സമയത്തിന് ഗ്രീക്ക് ഭാഷയിൽ ക്രോണോസ് എന്നും കൈറോസ് എന്നും 2 വാക്കുകളുണ്ട്. നിമിഷങ്ങൾ, മിനിറ്റ്, മണിക്കൂറുകൾ, മാസം, ഇങ്ങനെ പോകുന്നതാണ് സമയം. അത് വാച്ചും ക്ലോക്കും നമ്മെ അറിയിക്കുകയാണ്. അതാണ് ക്രോണോസ് എന്ന് പറയുന്നത്. കൈറോസ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളാണ്. അത് ദൈവത്തിൻ്റെ സമയമാണ്. ദൈവം നമ്മിൽ പ്രസാദിക്കുന്ന സമയം, അതാണ് ജീവിതത്തെ ഏറ്റവും അർത്ഥപൂർണമാക്കുന്നത്. അങ്ങനെയാണ് ഭക്തനായ ദാവീദ് 90-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ പറയുന്നത്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അപ്പോൾ സമയവും തിരമാലയും ആർക്കും കാത്തു നിൽക്കുകയില്ല എന്നൊരു പഴമൊഴിയുണ്ട്. സമയം നഷ്ടപ്പെടുത്തുന്നവൻ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ഒരു സൈക്കോളജിസ്റ്റായ വ്യക്തി തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വയം വളരുന്നതിനും അന്യരെ വളർത്തുന്നതിനും സമയത്തെ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥവത്തായി തീരുമെന്നുള്ളതാണ്. തോമസ് ആൽവായി എഡിസൺ ചെറുപ്പത്തിൽ മണ്ടനെന്ന് പേരുകേട്ട വ്യക്തിയായിരുന്നു. സ്കൂൾ ടീച്ചർ ഒരിക്കൽ അവൻ്റെ അമ്മയെ സ്കൂളിൽ വരുത്തി അവനോട് പറഞ്ഞു, ഇവനൊന്നും പഠിപ്പിക്കത്തില്ല, എൻ്റെ സമയം ഇവന് വേണ്ടി കളയാൻ എനിക്കില്ല, ഇവനെ പഠിപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, ഇവനൊന്നും പഠിക്കുകയില്ല. അപ്പോൾ അങ്ങനെ അമ്മ അവനെ തോളിലെടുത്ത് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അമ്മ ഈ മോനോട് ചോദിച്ചു, മോനെ, ഞാൻ നിന്നെ പഠിപ്പിച്ചാൽ, ഞാൻ സമയം കണ്ടെത്തി നിന്നെ പഠിപ്പിച്ചാൽ നീ പഠിക്കുമോ? അപ്പോൾ മോൻ പറഞ്ഞ്, അമ്മേ, ഞാൻ പഠിക്കാം. അങ്ങനെ തോമസ് ആൽവ എഡിസൺ ലോകത്തിന് ഏറ്റവും വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമായി മാറി.
അമ്മ സമയമെടുത്ത് ഈ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ആ സമയങ്ങളെ വളരെ അനുഗ്രഹീതമായി പ്രയോജനപ്പെടുത്തിയപ്പോൾ മോനത് അനുഗ്രഹമായി തീർന്നു. അവൻ ലോകത്തറിയപ്പെടുന്ന വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന വ്യക്തിത്വമായി മാറി. പ്രസിഡന്റ് കെന്നഡിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഡീറ്റൻ സക്ക് ചെറുപ്പത്തിൽ പത്രം വിറ്റ് നടന്ന ഒരു അനാഥ ബാലനായിരുന്നു. സ്ഥിര പരിശ്രമവും പ്രാർത്ഥനയും അവനെ ഉയർത്തി. അദ്ദേഹത്തിൻ്റെ ജീവിത രഹസ്യവും അതായിരുന്നു. തൻ്റെ സമയത്തെ മുഴുവനും പ്രാർത്ഥനയ്ക്കായി ചിലവഴിച്ചു. അവൻ നല്ല പുസ്തകങ്ങൾ വായിക്കുവാൻ ചിലവഴിച്ചു. അവൻ വേദപുസ്തകം വായിക്കുവാൻ അവൻ സമയത്തെ ചിലവഴിച്ചപ്പോൾ അവൻ ലോകത്തിന് ഏറ്റവും അറിയപ്പെട്ട ഒരു വ്യക്തിയായി മാറി എന്നുള്ളതാണ്. ഒരിക്കൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിങ്ടണിൻ്റെ സെക്രട്ടറി ഓഫീസിൽ താമസിച്ചെത്തി. പ്രസിഡന്റ് ഏറ്റവും കോപിച്ചു. ക്ഷമിക്കണം, എൻ്റെ വാച്ച് തെറ്റായ സമയമാണ് കാണിച്ചത് എന്ന് സെക്രട്ടറി പറഞ്ഞു. ഈ പറഞ്ഞ മറുപടി ഇദ്ദേഹം കേട്ടപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, ഒന്നുകിൽ താൻ പുതിയൊരു വാച്ച് വാങ്ങുക, അല്ലെങ്കിൽ ഞാനൊരു പുതിയ സെക്രട്ടറിയെ നിയമിക്കുകയാണ്. പ്രിയമുള്ളവരെ, സമയത്തിൻ്റെ വില ഗൗരവത്തോടെ നമ്മൾ കാണുക. 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, മനുഷ്യൻ ചാഞ്ഞു പോകുന്ന നിഴലിന് തുല്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന സമയത്തെ തക്കത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുക. ചിന്ത നന്നായാൽ ജീവിതം നന്നാകും. 2 യുവാക്കൾ ഒരു വൃദ്ധനായ മനുഷ്യനെ കാണുവാനായിട്ട് പോവുകയാണ്. ഈ രാജാവ് പറഞ്ഞു വിട്ട യുവാക്കൾ വയോധികൻ്റെ അടുക്കലെത്തുന്നു. അപ്പോൾ വയോധികൻ അവരോട് കാര്യങ്ങൾ തിരക്കിയ ശേഷം കുറേ വെള്ളക്കല്ലുകൾ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വയോധികൻ പറഞ്ഞു, ഈ കല്ലുകൾ നിങ്ങൾ എടുത്താലും കരയും, എടുത്തില്ലേലും കരയും. അങ്ങനെ 2 യുവാക്കൾ ചിന്തിച്ചു, കല്ലുകൾ എടുത്താലും എടുത്തില്ലേലും കരയണം. അതുകൊണ്ട് ഒരു യുവാവ് ഒരു കല്ലെടുത്ത് പോക്കറ്റിലിട്ടു, ഒരു യുവാവ് ഒരു കല്ലും എടുത്തില്ല. അങ്ങനെ തിരിച്ച് രാജാവിൻ്റെ അടുക്കലെത്തി ഈ 2 യുവാക്കളെയും അടുക്കൽ വിളിച്ചിട്ട് ഈ ദാസനോട് ത്രാസ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം കല്ലെടുത്ത യുവാവിനെ വിളിച്ചു. ഒരു കല്ലെടുത്തവൻ ഈ ത്രാസിൽ തൻ്റെ കല്ല് വയ്ക്കുകയാണ്. അതിന് തൂക്കം വരുന്ന സ്വർണം രാജാവ് മറുഭാഗത്ത് വയ്ക്കുകയാണ്. ഇവർ 2 പേരും മുഖത്തോട് മുഖം നോക്കി കരയാൻ തുടങ്ങി. അപ്പോൾ കല്ലെടുക്കാത്തവൻ കല്ലെടുത്തവനോട് ചോദിച്ചു, നീ ഒരു കല്ലെങ്കിലും എടുത്തല്ലോ, നീ എന്തിനാ കരയുന്നത്? ഞാൻ ഒരു കല്ലും എടുത്തില്ലല്ലോ. അപ്പോൾ കല്ലെടുത്തവൻ്റെ മറുപടി, ഇത്ര വെള്ളക്കല്ലുകൾ അവിടെ കിടന്നു, ഞാൻ ഒരുപാട് കല്ലുകൾ എടുത്തിരുന്നുവെങ്കിൽ എനിക്ക് ഒരുപാട് സ്വർണ്ണങ്ങൾ കിട്ടുമായിരുന്നു, നേട്ടങ്ങൾ നേടാമായിരുന്നു. കല്ലെടുക്കാത്തവൻ ചിന്തിച്ചു, ഞാൻ ഒരു കല്ലെങ്കിലും എടുത്തിരുന്നുവെങ്കിൽ എനിക്ക് ഒരു സ്വർണ്ണ നാണയമെങ്കിലും കിട്ടുമായിരുന്നു. അങ്ങനെ വീണ്ടും അവർ അവിടേക്ക് ഓടുകയാണ്. ഓടിയപ്പോൾ അവിടെ വെള്ളക്കല്ലുകളുമില്ല, അവിടെ നിന്ന് വൃദ്ധനുമില്ല. വളരെ സങ്കടമായി. ജീവിതത്തിൽ ദൈവികമായ ചിന്തകളാണ്, ദൈവികമായ ജ്ഞാനമാണ് അർത്ഥവത്തായി ജീവിക്കുവാനായിട്ട് മനുഷ്യനെ ഒരുക്കുന്നത്. ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ ഇൻപങ്ങളല്ല. ഒരു മനുഷ്യനെ ജ്ഞാനിയാക്കുന്നത് ദൈവ ശബ്ദമാണ്, ദൈവവചനമാണ്. അതാണ് യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. ഈ ജ്ഞാനം ഉള്ളിൽ നമ്മൾ സംഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതം ഏറ്റവും വിലയുള്ളതായിത്തീരും, അർത്ഥമുള്ളതായിത്തീരും, ശക്തിയുള്ളതായിത്തീരും. എവിടെയും നമ്മൾ വീണു പോകത്തില്ല. തിളക്കമാർന്ന ശോഭയുള്ള ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് ഈ ജ്ഞാനം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ദൈവം നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഓരോ ദിവസവും നമ്മൾ മൂല്യമുള്ളതാക്കി തീർക്കും, അർത്ഥവത്താക്കി തീർക്കും. ഏറ്റവും ബെസ്റ്റായി നമ്മൾ ജീവിക്കും, ശരിയായ ചിന്താഗതിയോടെ ജീവിക്കും, ജ്ഞാനത്തോടെ ജീവിക്കും. നമ്മൾ ഈ ലോകത്തിൻ്റെ തിന്മയുടെ ശക്തികളെ മാറ്റി നിർത്തി നമ്മൾ ജീവിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം ഏറ്റവും ശോഭനമായി തീരും. ഇന്ന് ദൈവം തന്നിരിക്കുന്ന സമയത്തിലും സന്തോഷത്തിലും അനുഗ്രഹീതമായി ജീവിച്ച് ക്രൂശിനെ ലക്ഷ്യമാക്കാതെ ക്രൂശിലേക്ക് നോക്കി നമുക്ക് ഏറ്റവും ദൈവഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഭക്തനായ ദാവീദിനോട് നമുക്ക് ചേർന്ന് പറയാം, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ വചനം നമ്മുടെ ജീവിതത്തിന് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവേ, ഇന്ന് തന്നിരിക്കുന്ന ജീവിതം ഏറ്റവും അർത്ഥപൂർണ്ണമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൽ തിന്മകളും ഇരുട്ടും നിറഞ്ഞൊഴുകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം തന്നിരിക്കുന്ന ഓരോ ജീവിതായുസ്സും സമയങ്ങളും ഏറ്റവും പ്രയോജനപ്പെടുത്തി അർത്ഥവത്തായി ദൈവഭക്തിയോടെ ദൈവിക ജ്ഞാനത്തോടെ നന്മയോടെ ജീവിച്ച് ഞങ്ങളുടെ ജീവിതം ഏറ്റവും അർത്ഥമാക്കുവാൻ സഹായിക്കണം. ഞങ്ങൾ ദൈവരാജ്യ ദർശനമുള്ളവരായി ദൈവരാജ്യത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെയും സമയത്തെയും ആയുസ്സിനെയും പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കണമേ. അങ്ങനെ ദൈവഭക്തിയുള്ള ജീവിതം നയിച്ച് ദൈവിക രാജ്യത്തിൻ്റെ വക്താക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുവചനം എല്ലാവർക്കും അനുഗ്രഹമാക്കണം. ദൈവകൃപയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ശോധന ചെയ്ത് ഓരോ ദിവസവും ശോധന ചെയ്ത് ജീവിക്കാനുള്ള പ്രാപ്തിയും കൃപയും തരണമേ.
ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. തിരുകൃപ പകരണം. യേശു മുഖാന്തരം പ്രാർത്ഥന കേട്ട് വചനത്താൽ ഞങ്ങളെ ഓരോ ദിവസവും ശുദ്ധീകരിച്ച് നടത്തുമാറാകണമേ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.